തൃശൂർ നഗരത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നാലോണ നാളിൽ സംഘടിപ്പിക്കുന്ന പുലിക്കളിക്ക് കോർപ്പറേഷൻ കൌൺസിൽ യോഗം അനുമതി നൽകി. പുലിക്കളി സംഘങ്ങളുമായി ചർച്ച നടത്തുമെന്ന് മേയർ. ചാവക്കാട് ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ദേശീയപാത കുതിരാനിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു. ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സ്വൈരവിഹാരത്താൽ ദുരിതത്തിലായി അതിരപ്പള്ളി പഞ്ചായത്ത്. നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്താൻ കഴിയാതെ നട്ടം തിരിഞ്ഞ് വനപാലകർ. പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 4 വർഷം മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി. കൊടകര, ആളൂർ പഞ്ചായത്തുകളിലെ റോഡുകളാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചതുമൂലം തകർന്നത്. ഇരിഞ്ഞാലക്കുട നഗരസഭ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ച് 5 മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും അടച്ചുപൂട്ടി. ഉയർന്ന വാടക മൂലം കെട്ടിടം ഏറ്റെടുത്ത് നടത്താൻ ആരും തയ്യാറാകുന്നില്ലെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിൽ നാലോണ നാളിൽ സംഘടിപ്പിക്കുന്ന പുലിക്കളിക്ക് കോർപ്പറേഷൻ കൌൺസിൽ യോഗം അനുമതി നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇത്തവണ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും നടത്തുന്നത് ടൂറിസം മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് കോർപ്പറേഷൻ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ പുലിക്കളി സംഘങ്ങൾ രംഗത്തെത്തിയതോടെയാണ് കൌൺസിൽ യോഗത്തിൽ പുലിക്കളിക്ക് അനുമതി നൽകാൻ തീരുമാനമായത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ച് പുലിക്കളി നടത്താനാണ് ധാരണ. എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പുലിക്കളി സംഘങ്ങളുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്നും മേയർ പറഞ്ഞു. പുലിക്കളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP കൌൺസിലർമാർ പുലിമുഖം ധരിച്ചാണ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തത്. അതേസമയം പുലിക്കളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുലിക്കളി സംഘങ്ങളുമായി മേയർ ചർച്ച നടത്തും. ഇത്തവണ 9 ടീമുകളാണ് സെപ്റ്റംബർ 18 നടക്കുന്ന പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. ചാവക്കാട് ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മണത്തല സ്വദേശി പൊക്കകിലത്ത് 44 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. മൃതദേഹം ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. ദേശീയപാത കുതിരാനിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചുമറിഞ്ഞ് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. കോയമ്പത്തൂരിൽ നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കോയമ്പത്തൂർ സ്വദേശി ലെവിൻ ഡിസിൽവ, ഭാര്യ മിഷാൽ ഡിസിൽവ, മാതാവ് ജുവാന, ലെവിന്റെ സഹോദരൻ ഗ്ലെൻ ഡിസിൽവ, വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്കുമാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജുവാനയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. വടക്കാഞ്ചേരി വെയർഹൌസിന് സമീപം KSRTC ബസ് ലോറിക്ക് പുറകിലിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന 30ഓളം യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കാനഡയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയായ യുവാവ് മരിച്ചു. പേബസാർ അമ്മു റോഡിൽ കാട്ടുപറമ്പിൽ ഷാജിയുടെ മകൻ 24 വയസ്സുള്ള മുഹമ്മദ് സൽമാൻ ആണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കാൽനടയാത്രക്കാരനായ മുഹമ്മദ് സൽമാനെ ട്രക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സ്വൈരവിഹാരത്താൽ ദുരിതത്തിലായി അതിരപ്പള്ളി പഞ്ചായത്ത്. നിലവിലെ സംവിധാനം പ്രയോജനപ്പെടുത്തി ഇവയെ തുരത്താൻ കഴിയാതെ വനപാലകരും നട്ടം തിരിയുന്നു. സർക്കാർ വക എണ്ണപ്പന തോട്ടത്തിൽ നിന്ന് തിമിർത്ത് നടക്കുന്ന ആനകൾ തൊട്ടടുത്ത പുഴയിൽ നിന്നും ദാഹമകറ്റുകയും ചെയ്യും. ഇതിനുള്ള പോക്കുവരവുകൾക്കിടയിലാണ് റോഡ് ഗതാഗതത്തിന്റെ സ്തംഭനം. ചിലപ്പോൾ ഇതുമൂലം 1 മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെടാറുണ്ട്. വീടുകളിലെത്തി ആനക്കൂട്ടം കാർഷിക വിളകളും നശിപ്പിക്കുന്നത് വ്യാപകമായിട്ടുണ്ട്. പല ഭാഗത്തായി ആയിരക്കണക്കിന് നേന്ത്രവാഴകളും നശിപ്പിച്ചു. വീട്ടുപറമ്പുകളിലെ തെങ്ങടക്കമുള്ള മറ്റു കാർഷിക വിളകളെയും ഇവ വെറുതെ വിടാറില്ല. പറമ്പുകൾക്ക് ചുറ്റും ഫെൻസിംഗ് ഘടിപ്പിച്ച സ്ഥലങ്ങളിൽ ആനക്കൂട്ടം അതിക്രമിച്ചു കടക്കുന്നത് പതിവായിരിക്കുകയാണ്. വെറ്റിലപ്പാറയിൽ പട്ടാപ്പകലും വീട്ടുമുറ്റത്ത് ആനകളുടെ സാന്നിധ്യം പതിവാണ്. പ്രദേശത്ത് സ്ഥിരമായി കറങ്ങുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന നേന്ത്രവാഴകളിൽ ആകൃഷ്ടനാണ്. തൈത്തെങ്ങുകളോടും ഇവന് ആഭിമുഖ്യമുണ്ട്. സന്ധ്യാസമയങ്ങളിലും ആനകളുടെ സാന്നിധ്യമുണ്ട്. അതിരപ്പള്ളി മേഖലയിൽ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഒരുപോലെ ആനകൾ ഭീഷണി ഉയർത്തുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും പ്രയോജനമുണ്ടാകുന്നില്ല. TCV ന്യൂസ്, ചാലക്കുടി. കൊടകര പഞ്ചായത്തിൽ പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 4 വർഷം മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് ഇതുവരെ സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി. ചെറുകുന്ന ആളൂർ റോഡിലെ വാക്കൊട്ടായി പാടത്തും പേരാമ്പ്ര പുത്തുക്കാവ് റോഡിലെ ഈശ്വരമംഗലം ക്ഷേത്രത്തിന് സമീപവുമാണ് റോഡ് കുഴികളായി കിടക്കുന്നത്. കൊടകര, ആളൂർ പഞ്ചായത്തുകളിലെ ഒട്ടേറെ ആളുകൾ ആശ്രയിക്കുന്ന റോഡുകൾക്ക് കുറുകെയാണ് പെട്രോൾ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്.
4 വർഷത്തോളം മുൻപാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചത്. വെട്ടിപ്പൊളിച്ച ഭാഗം താൽക്കാലികമായി മണ്ണും കരിങ്കല്ലും മെറ്റലും ഉപയോഗിച്ച് മൂടിയിരുന്നുവെങ്കിലും ഇതിനു മീതെ ടാറിംഗ് നടത്തിയില്ല. ഇതുമൂലം ഈ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതം നിറഞ്ഞതാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. വാക്കുട്ടായി പാടത്ത് പെട്രോളിയം പൈപ്പ് ലൈൻ 5 വർഷം മുമ്പ് ഇട്ടുപോയതാണ്. അന്ന് പൊളിച്ചിട്ട റോഡ് ഇന്നേ വരെ അത് ശരിയാക്കിയിട്ടില്ല. ആകെ 3 റോഡിനും കൂടി 3,80,000 രൂപ ഗ്രാമപഞ്ചായത്ത് റിലയൻസ് കമ്പനിയിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട്. ആ തുക വാങ്ങിച്ചിട്ട് പോലും ഈ റോഡ് നന്നാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അധികൃതരുടെ അനാസ്ഥയിൽ പരിസരവാസികളായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ചെറുകുന്ന ആളൂർ റോഡിലെ വാക്കൊട്ടായി പാടത്ത് പൈപ്പ് ലൈൻ ഇടാനായി വെട്ടിപ്പൊളിച്ച ഭാഗത്ത് കുഴികൾ ഉള്ളതിനാൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും. വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴികളുടെ ആഴം അറിയാനാകാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള തുക പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഏജൻസി ഗ്രാമപഞ്ചായത്തിന് 2 വർഷം മുൻപേ കൈമാറിയിട്ടുള്ളതായി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലുള്ളതായും എന്നാൽ നാളിതുവരെ റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നും പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. എത്രയും വേഗം കുഴികൾ അടച്ച് റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. ഇരിഞ്ഞാലക്കുട നഗരസഭ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ച് 5 മാസങ്ങൾ കഴിയുന്നതിന് മുൻപേ പൂട്ടുവീണു. പ്രവർത്തനങ്ങൾ തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴേക്കുമാണ് സ്ഥാപനത്തിന് പൂട്ടുവീഴുന്നത്. 2022 ഡിസംബർ 4-നാണ് 20 ലക്ഷത്തോളം രൂപ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തത്. പൂതംകുളം മൈതാനത്ത് 2 നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ദൂരയാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കുന്നതിനും മറ്റുമായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. 7 ശുചിമുറികൾ, ബാത്റൂം, വിശ്രമമുറി എന്നിവയാണ് കെട്ടിടത്തിലുള്ളത്. കോഫി ഷോപ്പും റിഫ്രഷ്മെന്റ് സൗകര്യങ്ങളും പദ്ധതിയുടെ ഭാഗമായി ലക്ഷ്യമിട്ടിരുന്നു. വാടകത്തുകയായി നഗരസഭാ അധികൃതർ നിശ്ചയിച്ച 10 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് കെട്ടിടം വർഷങ്ങളോളം അടഞ്ഞുകിടക്കുകയായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉപയോഗിച്ചും മാത്രം ശുചീകരണ സംവിധാനങ്ങൾ നിലനിർത്താൻ കഴിയില്ലെന്ന് ബോധ്യമായതോടെ ടാങ്കുകൾക്കും ബോർവെൽ സംവിധാനത്തിനുമായി 2023-24 വർഷത്തിൽ 4 ലക്ഷം രൂപ കൂടി നഗരസഭ ചിലവഴിച്ചു. 1 വർഷത്തേക്ക് 5 ലക്ഷം വാടക എന്ന വ്യവസ്ഥയിൽ 2024 ഏപ്രിലിലാണ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ടേക്ക് എ ബ്രേക്ക് ഒടുവിൽ പ്രവർത്തനം ആരംഭിച്ചത്. കെട്ടിടത്തിന് മുന്നിൽ കോഫിയും ലഘുഭക്ഷണങ്ങളുമായി തുടങ്ങിയ കോഫി ഷോപ്പ് ഒടുവിൽ തട്ടുകടയുടെ ശൈലിയിലേക്ക് മാറുകയും ചെയ്തതോടെ വിമർശനങ്ങളും ഉയർന്നു. ഉയർന്ന വാടകയും 5 ജീവനക്കാരുടെ ചിലവും കണ്ടെത്താൻ വേറെ വഴികൾ ഇല്ലായിരുന്നുവെന്നും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ആരും കാര്യമായി ഉപയോഗിച്ചിരുന്നില്ലെന്നും നടത്തിപ്പുകാർ പറഞ്ഞിരുന്നു. കെട്ടിടത്തിന്റെ കാഴ്ച മറച്ചുകൊണ്ടായിരുന്നു ഭക്ഷണശാലയുടെ പ്രവർത്തനമെന്നും ഇതോടെ പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പാഴായി എന്നും നഗരസഭാ അധികൃതരും ആരോപിച്ചു. കെട്ടിടത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പ്രതിപക്ഷം വിമർശനങ്ങൾ നഗരസഭാ യോഗങ്ങളിലും ഉന്നയിച്ചു. ഇതിനിടെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണങ്ങളും വന്നതോടെ ടേക്ക് എ ബ്രേക്ക് തട്ടുകടയിലേക്ക് ആരും കടക്കാതെയുമായി. അടച്ചിടുകയല്ലാതെ വഴിയില്ലായിരുന്നുവെന്നും റോഡ് പണി പൂർത്തിയായാലും പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ താൽപ്പര്യമില്ലെന്നും കരാറുകാരൻ അറിയിച്ചു. TCB ന്യൂസ്, ഇരിങ്ങാലക്കുട. മുറ്റിച്ചൂർ പാലത്തിൽ നിന്നും പുഴയിൽ ചാടി കാണാതായ യുവാവിനു വേണ്ടി കനോലി കനാലിൽ തിരച്ചിൽ തുടരുന്നു. ചെമാപ്പള്ളി തച്ചപ്പള്ളി പ്രഭുലാലാണ് പുഴയിൽ ചാടിയത്. തൃശൂരിൽ നിന്നുമെത്തിയ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ പുഴയിൽ തിരച്ചിൽ തുടരുകയാണ്. തൃശൂർ ഈസ്റ്റ് ഉപജില്ല സംസ്കൃത കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്കൃത ദിനാഘോഷം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഈസ്റ്റ് ഉപജില്ല സംസ്കൃത കൗൺസിൽ സെക്രട്ടറിയായ P ഹരീഷ്, തൃശൂർ ഈസ്റ്റ് ഉപജില്ല സംസ്കൃത കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി KV കൃഷ്ണൻ, തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃതം കൗൺസിൽ ട്രഷറർ K നിഷ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയ്ക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതൻ കവർന്നു. കാണിപ്പയ്യൂർ സ്വദേശിനി ശാന്തകുമാരിയുടെ ലോട്ടറി ടിക്കറ്റുകളാണ് അജ്ഞാതൻ കവർന്നത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. സമീപത്തെ സുഭിക്ഷ ക്യാന്റീനിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം ലോട്ടറി വിൽപ്പനയ്ക്കായി സ്ഥിരമായി ഇരിക്കുന്ന നഗരസഭയ്ക്ക് സമീപത്തെ വൺവേയിൽ ഇരിക്കുന്ന സമയത്താണ് അജ്ഞാതൻ ബൈക്കിൽ എത്തിയത്. തുടർന്ന് ലോട്ടറി ടിക്കറ്റ് ആവശ്യപ്പെട്ടു.
2 ലോട്ടറി ടിക്കറ്റുകൾ നൽകിയെങ്കിലും മുഴുവൻ വേണമെന്നായിരുന്നു ആവശ്യം. ഇതോടെ കയ്യിലുണ്ടായിരുന്ന 51 ലോട്ടറി ടിക്കറ്റുകളും അജ്ഞാതന് കൈമാറി. എന്നാൽ ശാന്തകുമാരി നൽകിയ ലോട്ടറി ടിക്കറ്റുകൾ ഇയാൾ ഒളിപ്പിക്കുകയും പഴയ ലോട്ടറി ടിക്കറ്റുകൾ ശാന്തകുമാരിക്ക് തിരിച്ചു നൽകുകയുമായിരുന്നു. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ലോക കൊതുക് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് നിർവഹിച്ചു. തിരുവില്വാമല VKN സ്മാരക ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ തിരുവില്വാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ KN സതീഷ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KK ഗൗതമൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ശ്രീജയൻ, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ സന്തോഷ് ജോർജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ K-സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ഡിവിഷൻ കൗൺസിലർ ജോൺ ഡാനിയേൽ ഉദ്ഘാടനം നിർവഹിച്ചു. അരിയും മണ്ണെണ്ണയും മാത്രം ലഭിച്ചിരുന്ന റേഷൻ കടകൾ K-സ്റ്റോർ ആയി ഉയർത്തുന്നതോടെ പല വ്യഞ്ജനങ്ങൾ കൂടെ ലഭിക്കും. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളുകൾ ചൊവ്വാഴ്ച തുറക്കുമെന്ന് മന്ത്രി K രാജൻ. സെപ്റ്റംബർ 2-ന് പ്രത്യേക പ്രവേശനോത്സവം നടത്തും. ചൊവ്വാഴ്ച മുതൽ സ്കൂളുകൾ പ്രവർത്തിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രമായി 3 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടെ ഏതാണ്ട് അവസാനിക്കും. 3 കുടുംബങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കേന്ദ്രത്തിന് മുന്നിൽ ദുരന്തത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചടക്കം 18-ന് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞു. പണം നൽകുന്നതിനുള്ള പ്രയാസം ഇനി കേന്ദ്രത്തിന് ഇല്ലെന്നും മന്ത്രി അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് പ്രകൃതിവാതക ശ്മശാനം തുറന്നു പ്രവർത്തിക്കണമെന്ന് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റിന്റെയും ശുചിത്വ മിഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത പ്രോജക്റ്റായി 48 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൃശൂർ കോസ്റ്റ് ഫോർഡ് നിർമ്മാണം ആരംഭിച്ചത്. പുതിയതായി വന്ന ഇടതുപക്ഷ ഭരണസമിതി പദ്ധതിയെ പൂർണ്ണമായും അവഗണിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നഗരസഭയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരം ആരംഭിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, AS ഹംസ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, KH സിദ്ദിഖ് എന്നിവർ അറിയിച്ചു. നേന്ത്രക്കുലകൾ മോഷ്ടിക്കാനെത്തിയ മോഷ്ടാവിനെ കർഷകർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചേലക്കര നെന്മത്തുപറമ്പിൽ അജിത് കൃഷ്ണനെയാണ് വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയത്. കണ്ണമ്പാറ അരിശ്ശേരിയിൽ സ്ഥിരമായി നേന്ത്രക്കുല മോഷണം പോകുന്നതിനെ തുടർന്ന് കർഷകർ കാവലിരുന്നാണ് മോഷ്ടാവിനെ പിടികൂടിയത്. പ്രതിയുടെ ഓട്ടോറിക്ഷയും പോലീസിന് കൈമാറി. ചെറുതുരുത്തി സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കടയുടെ മുകളിൽ നിന്നും കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി SI നിഖിൽ, അഡീഷണൽ SI കമറുദ്ദീൻ എന്നിവർ പരിശോധന നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിനെ കുറിച്ച് വാസ്തവ വിരുദ്ധമായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു. 24 വർഷമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് ബാങ്ക് നഷ്ടത്തിലാണെന്നാണ് പ്രചാരണം നടത്തുന്നത്. ലാഭവിഹിതം ഉപയോഗിച്ച് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന് പുറമെ 2022-23 സാമ്പത്തിക വർഷത്തിൽ 78,13,970 രൂപ ലാഭം കണക്കാക്കി 33,57,532 രൂപ അംഗങ്ങൾക്ക് ഡിവിഡന്റ് ഇനത്തിൽ നൽകിയിട്ടുള്ളതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബാങ്കിലെ ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വാസ്തവവിരുദ്ധമായി പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുള്ളതായും ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ്, മാനേജിംഗ് ഡയറക്ടർ VD ബിജു, ഡയറക്ടർമാരായ CC ബിജു, KM ശിവരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ബാങ്ക് ലാഭത്തിലാണ്. അതുമാത്രമല്ല എല്ലാ ലാഭവിഹിതവും ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ട് തന്നെ MD കൃത്യമായ കണക്കുകളടക്കം വെച്ച് പറയുന്നതാണ്. പ്രധാനമായി ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഇത്തരം പരാമർശങ്ങൾ ഞങ്ങളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ആ പരാമർശം പിൻവലിക്കുകയും അത് കൊടകരയിലെ പൊതുസമൂഹത്തിനോടും സഹകാരികളോടും പറയണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പുത്തൻപീടിക മുറ്റിച്ചൂർ കുരിശുപള്ളിയിലെ തക്കാളി വിളവെടുപ്പ് നടത്തി. മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, സഹവികാരി ഫാദർ ജോബിഷ് പിണ്ടിയാമാക്കൽ,
അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, അന്തിക്കാട് കൃഷി ഓഫീസർ ശ്വേത, വാർഡ് മെമ്പർ ശാന്ത സോളമൻ, വിൽസൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. SYS യുവജന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ പ്ലാറ്റൂൺ അംഗങ്ങൾക്കുള്ള ട്രെയിനിംഗ് പ്രോഗ്രാം നാളെ തൃശൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ട്രെയിനിംഗ് പ്രോഗ്രാം SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 1100 പ്ലാറ്റൂൺ അംഗങ്ങൾ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കും. സമ്മേളന വേദിയിൽ നിന്ന് വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലി EMS സ്ക്വയറിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട്, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി KB ബഷീർ, മീഡിയ കൺവീനർ നൌഷാദ് മൂന്നുപീടിക, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM സൈഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ തളിക്കുളം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് PA രാമദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK വിഷ്ണുദാസ്, യൂണിയൻ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി PS ഷജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മൂന്നാമത് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ചില ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി കൊരട്ടി പഞ്ചായത്തിൽ അമ്മക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ജയന്തി ഏറ്റുവാങ്ങി. നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ മിത്ര, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നൈനു റിച്ചു, അഡ്വക്കേറ്റ് KR സുമേഷ്, ജില്ലാ MCH ഓഫീസർ റോസിലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് തൃശൂർ CMI ദേവമാത ഇന്റർനാഷണൽ സ്കൂൾ നടത്തുന്ന കലാമേള ഈ മാസം 30-ന് നടക്കും. സ്റ്റേറ്റ്, CBSE, കേംബ്രിഡ്ജ്, ICSE തുടങ്ങി വ്യത്യസ്ത ബോർഡുകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കും. ലീഫ് പെയിന്റിംഗ്, ഒറിഗാമി ക്വിസ്, സ്പെൽ ബി, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, കൊളാഷ്, സോൾഡ് ഔട്ട് എന്നിങ്ങനെ വ്യത്യസ്തമായ 30ഓളം മത്സരങ്ങളാണ് ദേവസ്പർശം വേദിയിൽ ഒരുക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കൊടകര പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുഴിക്കാണിത്തോടിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു. വല്ലപ്പാടി കാവനാട് റോഡിലെ പാലത്തിന് സമീപത്ത് നിന്ന് താഴോട്ടുള്ള കിലോമീറ്ററോളം ദൂരമാണ് തോട് നവീകരിക്കുന്നത്. കൃഷിയിടത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും ഇത് സഹായകരമാകും. ചെറുകിട ജലസേചന വകുപ്പാണ് പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ലഹരിക്കെതിരെ ദൃശ്യാവിഷ്കാരമൊരുക്കി ആളൂർ RMHSലെ ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങളും ചുമതലയുള്ള അധ്യാപകരും ചേർന്നാണ് നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കിയത്. വിദ്യാലയത്തിൽ നിന്ന് ആളൂരിലേക്ക് നടത്തിയ സന്ദേശയാത്രയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും പങ്കെടുത്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ആളൂർ പോലീസ് ഇൻസ്പെക്ടർ KM ബിനീഷ്, ഇരിഞ്ഞാലക്കുട എക്സൈസ് ഓഫീസർ PM ജാദിർ, വാർഡ് മെമ്പർ KB സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ TJ ലെയ്സൺ സന്ദേശയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെയും വീരോലിപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി നടന്നു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് TV പൗലോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ, വീരോലിപ്പാടം ക്ഷീരസംഘം ഡയറക്ടർ PA ബോവാസ്, വാർഡ് അംഗങ്ങളായ ശാന്ത ഉണ്ണികൃഷ്ണൻ, ഷൈബി ജോൺസൺ എന്നിവർ സംസാരിച്ചു. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനുള്ള നേർച്ചത്തേൻ വെഞ്ചരിപ്പും ഇതോടൊപ്പം നടന്നു. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, ഫാദർ ജോസഫ് തൊഴുത്തിങ്കൽ, ജനറൽ കൺവീനർ ജോഷി മഞ്ഞളി, കൈക്കാരന്മാരായ ബിജു തെക്കൻ, ആൻഡു ആട്ടോക്കാരൻ, ജോൺ ചേനത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 1-നാണ് ഊട്ടുതിരുനാൾ.
കയ്പമംഗലം 9-ാം വാർഡിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. കൃഷി ഓഫീസർ PS സിറിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VB ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. MA ഗാർഡൻ JLG ഗ്രൂപ്പിലെ ജമീല അലിയാർ, സബിത അബ്ദുള്ള, കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരായ VC വിനോദ്, TM ഷിനോജ്, CDS ചെയർപേഴ്സൺ TK റസ്മിയ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ ചെട്ടിച്ചാലിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര പോലീസിന്റെയും ഇരിഞ്ഞാലക്കുട എക്സൈസിന്റെയും സഹകരണത്തോടെ ആദിക് ഇന്ത്യ ലഹരി വിമുക്ത ഗ്രാമസഭയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ജിഷ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ ജദീർ, മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത്, പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, ചെട്ടിച്ചാൽ മദ്യനിരോധന സമിതി കൺവീനർ UV രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെയിന്റ് ജോസഫ് CMI സ്കൂളിൽ കലോത്സവം നടന്നു. യുവ സീരിയൽ നടൻ MR രഞ്ജിൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പാൾ ഫാദർ പിൻഡോ പുലിക്കോടൻ, വൈസ് പ്രിൻസിപ്പാൾ MA ടൈനി, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിഡ്, MPTA പ്രസിഡന്റ് ഡോക്ടർ ഫിസോളി സ്മിജോ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ SC വിഭാഗ സംരംഭകരുടെ നേതൃത്വത്തിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധ ധർണ നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് SC വിപണന കേന്ദ്രത്തിലെ സംരംഭകരെ ഒഴിവാക്കാനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. SC/ST ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ AK സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. SC/ST എന്റർപ്രണേഴ്സ് അസോസിയേഷൻ മുല്ലശ്ശേരി മേഖലാ സെക്രട്ടറി KS സുരേഷ് അധ്യക്ഷനായി. KK ഗംഗാധരൻ, സന്തോഷ് ഗോപുരത്തിങ്കൽ, ശശി തച്ചപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന കായികമേള പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ദീപശിഖ ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ബീന രമേശ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക ഇൻചാർജ് റെജി സേവ്യർ, PTA പ്രസിഡന്റ് CK രമേശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കായിക മത്സരങ്ങൾ നടന്നു. അധ്യാപികമാരായ ലുബ്ന, അഖില എന്നിവർ കായികമേളയ്ക്ക് നേതൃത്വം നൽകി. നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ അധ്യക്ഷ പദം വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ബിരുദദാന ചടങ്ങ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് പേട്രൺ PK അശോകൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ C സുനിത, VICT എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ, ഓണററി അഡ്വൈസർ G മോഹനചന്ദ്രൻ, ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അഡ്വക്കേറ്റ് PN ഉണ്ണിരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ, വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3249 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നാലോണനാളിൽ സംഘടിപ്പിക്കുന്ന പുലിക്കളിക്ക് കോർപ്പറേഷൻ കൌൺസിൽ യോഗം അനുമതി നൽകി. പുലിക്കളി സംഘങ്ങളുമായി ചർച്ച നടത്തുമെന്ന് മേയർ. ചാവക്കാട് ടിപ്പർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ദേശീയപാത കുതിരാനിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സ്വൈരവിഹാരത്താൽ ദുരിതത്തിലായി അതിരപ്പള്ളി പഞ്ചായത്ത്. നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്താൻ കഴിയാതെ നട്ടം തിരിഞ്ഞ് വനപാലകർ.
പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 4 വർഷം മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി. കൊടകര, ആളൂർ പഞ്ചായത്തുകളിലെ റോഡുകളാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് മൂലം തകർന്നത്. ഇരിഞ്ഞാലക്കുട നഗരസഭ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ച് 5 മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും അടച്ചുപൂട്ടി. ഉയർന്ന വാടക മൂലം കെട്ടിടം ഏറ്റെടുത്ത് നടത്താൻ ആരും തയ്യാറാകുന്നില്ലെന്ന് അധികൃതർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.